നിങ്ങൾ എന്തിനാ പറയണേ? ഇത് എന്തൊരു വർത്താനം അത്? ഈ സമാധി പരിപാടിക്ക് മുഴുവൻ നിങ്ങൾ കട്ട സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കട്ടപ്പുറത്തായപ്പോ സ്കൂട്ടായല്ലേ? ഹലോ ഹലോ എന്താണ് പ്രശ്നം? എന്താണ് ആ ഹിന്ദു ഐക്യവേദിക്കാര് കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും പറഞ്ഞിട്ടല്ലേ നമ്മള് നെയ്യാറ്റിൻകര ബോബൻ ചേട്ടന്റെ സമാധി പരിപാടി മുഴുവൻ പൊലിപ്പിച്ചത്? അവന്മാരിപ്പോ വലിഞ്ഞ് യവന്മാരെ വിശ്വസിച്ചല്ലേ നമ്മുടെ സൈബർ മിത്രങ്ങളെല്ലാം കൂടെ ചത്ത് കിടന്ന് പണിയെടുത്തോണ്ടിരിക്കണ. അവന്മാരിനി എന്തൊരു പണി? അവിടെ എന്ത് പണി? എന്തൊരു പണിയെന്ന ഈ ഹിന്ദു വികാരം വ്രണപ്പെട്ടു, ഈ മുസ്ലിം തീവ്രവാദികളാണ് ഇതെല്ലാം പടച്ചു വിട്ടെന്ന് പറഞ്ഞ് ന്യായീകരിച്ചിട്ടാ. ആ ന്യായീകരണ കമ്മിറ്റിയുടെ കാര്യം ഞാൻ മറന്നു കേട്ടാ. ഷടാ ഇതൊരു മാതിരി സമാധി പൊളിച്ചപ്പോ പവർ പോയെന്ന് പറഞ്ഞ പോലെ ആയല്ലേ. ഈ സമാധി പൊളിക്കുമ്പോ ഈ ഐക്യവേദിക്കാരുടെ കൂടെ എന്തൊക്കെ പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്? തീമഴ, ഭൂമി പൊളിക്കല്, വടയക്ഷി, ഇതൊക്കെ വെറുതെ ആയില്ലേ? ശരിക്കും നമുക്ക് എവിടെയാണ് തെറ്റിയത്? ഹിന്ദു ഐക്യവേദിയുടെ സപ്പോർട്ട്, ഈ ഗോപൻ സ്വാമിയുടെ ഫാമിലിയുടെ സപ്പോർട്ട്, പോരാത്തതിന്റെ മാധ്യമങ്ങളുടെ സപ്പോർട്ട്, എല്ലാ പ്ലാനും പെർഫെക്റ്റ് ആയിരുന്നല്ല. പ്ലാൻ പെർഫെക്റ്റ് ആയിരുന്നു, പക്ഷെ നമ്മളത് ഇട്ട സ്ഥലം മാറിപ്പോയി. ഈ ബ്ലഡി മലയാളി പീപ്പിൾസ് ഒക്കെ കൊണ്ട് ട്രോളിക്കളഞ്ഞു. ഒരുത്തം ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടേക്കുക, ഹിന്ദു ഐക്യവേദി അല്ലടാ മോനെ രാജ്യം ഭരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ ചാനലിലെ റിപ്പോർട്ടർ പറഞ്ഞ പോലെ നമുക്കൊരു സമാധി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചാലാ? ഇവിടെ പ്രധാനമന്ത്രിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ല, പിന്നെയാണ് ഇവ എന്തൊരു ചെയ്യാന്ന് അറിയത്തില്ലല്ലോ. ഡിഗ്രി വഴിയുണ്ട്. എന്തൊരു നമ്മള് ശാഖക്കാരും ഹിന്ദു ഐക്യവേദിക്കാരും കൂടെ ഒരുമിച്ച് ഈ സമാധി നടന്ന ദിവസം തൊടുപുഴയിൽ ധ്യാനത്തിന് പോയി എന്ന് പറഞ്ഞാലോ? ഞാൻ വല്ലതും പറയും കേട്ടാ, ഞാൻ വല്ലതും വിളിച്ച് പറയും ഞാൻ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സ്വന്തക്കാർ ഉണരും മുന്നേ അവന്മാര് സമാധി പൊളിച്ചത് ഭയങ്കര കഷ്ടമായില്ലേ? അത് വളരെ മോശമായിണ്ട, വളരെ പെയിൻഫുൾ ആണ്. പിന്നെ ആകെയുള്ളൊരു സമാധാനം എന്തെന്ന് വെച്ചാൽ ഈ സമാധിയുടെ പേരിൽ ഇവിടെ കുറച്ച് ട്രോൾ ഉണ്ടായാലും അങ്ങ് നോർത്തില് ഇത് വെച്ച് നമുക്ക് കുറച്ച് ഹേറ്റ് അങ്ങ് അങ്ങനെ പോസിറ്റീവായിട്ടൊക്കെ ചിന്തിക്ക്. എന്നാലും 4-5 കൊല്ലം കഴിഞ്ഞ് നമ്മുടെ പിള്ളേർക്ക് കിട്ടേണ്ട ഒരു സമാധിവല്ല ഈ പോലീസും സർക്കാരും കൂടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇല്ലാതാക്കിയത്. പോട്ടെ, സത്യം ജയിക്കും, സത്യമേവ ജഗതേ, സത്യമേവ ജലജേ ജഗതി. ഓരോരുത്തന്മാര് കാരണം ഒറിജിനൽ മറന്നു പോയല്ലേ.